ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് നവംബർ 3 തിങ്കളാഴ്ച, അതായത് നവംബർ മാസത്തിലെ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. സെൻസെക്സും ഒരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതേസമയം ബാങ്ക് നിഫ്റ്റി വളരെയധികം പിടിച്ചു നിന്നു. 325 പോയിൻറ്റോളം പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് മിക്സഡ് സെൻറ്റിമെൻറ്റ്സും അതോടൊപ്പം തന്നെ വളരെയധികം ജാഗ്രതയോടെ ഭാവിയിൽ പ്രതീക്ഷകളുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് മൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ ശക്തമായ നേട്ടങ്ങൾക്ക് ശേഷം, അതായത് ഒക്ടോബർ മാസത്തിൽ നല്ലൊരു റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം കൺസോൾട്ടേഷന് ഇടയിൽ ഇൻവെസ്റ്റർമാരുടെ ജാഗ്രതാ നിലപാടിനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഒരു നാരോ റേഞ്ചിൽ മൂവിങ് ചെയ്ത് 25,763 എന്നുള്ള ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് മാർക്കിൽ ക്ലോസ് ചെയ്തു. അതേസമയം ബാങ്ക് നിഫ്റ്റി PSU ബാങ്ക് സെക്ടറുകളിലൂടെ 0.56% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രധാനമായും പ്രതീക്ഷിച്ചതിലും ശക്തമായ ക്വാർട്ടർലി ഏണിങ്സ്, അതുപോലെ തന്നെ ആരോഗ്യകരമായ ആസ്തി നിലവാരം, മെച്ചപ്പെട്ട ക്രെഡിറ്റ് വളർച്ചാ സാധ്യതകൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് PSU ബാങ്കുകൾ ഉയർന്നത്. ഇത് ഇൻവെസ്റ്റർമാരുടെ കോൺഫിഡൻസ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യ ചെലവുകളും ക്രെഡിറ്റ് ലഭ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഈ അടുത്ത കാലത്തെ സർക്കാർ നടപടികൾ PSU വായ്പാദാതാക്കളുടെ പ്രതീക്ഷകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതും PSU ബാങ്കിൻ്റെ മികച്ച പ്രകടനത്തിന് കാരണമായിട്ടുണ്ട്. ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇൻവെസ്റ്റർമാർ നിയന്ത്രണ വികസനങ്ങൾ വിലയിരുത്തുകയും വായ്പാ വളർച്ചയെയും അതുപോലെ തന്നെ ആസ്തി ഗുണനിലവാര പ്രവണതകളെയും കുറിച്ചുള്ള കൂടുതൽ വ്യക്തതയ്ക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പ്രൈവറ്റ് ബാങ്ക് സെക്ടറുകൾ ഇന്ന് ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ഇനി വരാനിരിക്കുന്ന കോർപ്പറേറ്റ് ഏണിങ്സ്, അതുപോലെ തന്നെ പ്രധാന ഇൻഫ്ലേഷൻ തീരുമാനങ്ങൾ, വേൾഡ് എക്കണോമിക് ക്യൂസ് എന്നിവയിൽ നിന്ന് ഇൻവെസ്റ്റർമാർ ഒരു പുതിയ ഉത്തേജനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വളരെയധികം ജാഗ്രതയോടെ പോസിറ്റീവായിട്ടാണ് തുടരുന്നത്. അതുപോലെ തന്നെ FISൻ്റെ നിക്ഷേപങ്ങളിലെ സ്ഥിരമായ ഒഴുക്കും അതുപോലെ തന്നെ അനുകൂലമായ ട്രേഡിംഗ് ഡീലും ഒരു സപ്പോർട്ട് മാർക്കറ്റിന് ലഭിക്കും. അതേസമയം രാജ്യത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങളും പ്രധാന നിരീക്ഷണ പോയിന്റുകളായി തുടരും. മൊത്തത്തിൽ കൺസോൾട്ടേഷനിടയിൽ സെലക്ട് ചെയ്ത സ്റ്റോക്ക് ഓപ്പർച്യൂണിറ്റികളിലൂടെ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്പർച്യൂണിറ്റികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാർക്കറ്റ് ക്രമേണ ഒരു റിക്കവറിന് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് മോർണിംഗ് സെഷനിലെ സെൻസെക്സ് ഇടിയുകയാണ് ചെയ്തത്. ആ ഇടിവിന് ശേഷം ഒരു 84,127 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവസാനം 39 പോയിൻ്റ് പോസിറ്റീവിൽ 83,978 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിഫ്റ്റി 39-40 പോയിൻ്റ് പോസിറ്റീവിൽ 25,763 ക്ലോസ് ചെയ്തു. ഇന്ന് ശ്രീറാം ഫിനാൻസ്, ടാറ്റ കൺസ്യൂമർ, അപ്പോളോ ഹോസ്പിറ്റൽസ്, M&M, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയവ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ TCS, ലാർസൻ ആൻഡ് ടർബോ, JSW സ്റ്റീൽ, ഭാരത് ഇലക്ട്രോൺ, ടൈറ്റാൻ കമ്പനി എന്നിവ ബാക്കിലേക്ക് പോവുകയും ചെയ്തു. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2.23% പോസിറ്റീവിലാണ്. അതുപോലെ തന്നെ PSU ബാങ്ക് 1.92%, ഫാമ 1.20%. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട സെക്ടർ. 0.29% ഇടിവാണ്. തുടർന്ന് IT, FMCG എന്നിവയും സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ടിൽ, അതായത് ഈ ഒരു റേഞ്ച് ബോണ്ടല്ല ഉദ്ദേശിക്കുന്നത്, 26,250, 25,700 ഈ ഒരു റേഞ്ചിലേക്ക് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് 25,650 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് വരും എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നോക്കൂ, 25,650 സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് വന്നു. പക്ഷേ നമുക്ക് ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ
എന്നാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 58,010 മുകളിലാണ് എൻട്രി പറഞ്ഞിരുന്നത് റെസിസ്റ്റൻസ് ലെവൽ. അതേപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നിങ്ങൾ 57,660. ഓക്കെ, അപ്പോൾ 58,015 ഈ ഒരു റേഞ്ചിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. ഇവിടെ നിന്ന് എൻട്രി ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഒരു 170ഓളം പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ലെവലുകൾ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സോണിന് മുകളിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. 58,250. ഓക്കെ, റെസിസ്റ്റൻസ് 58,250, സപ്പോർട്ട് 57,950. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 25,815 മുകളിൽ 25,815 മുകളിൽ എൻട്രി എടുത്ത് പോകാം. സപ്പോർട്ടായിട്ട് 25,690. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിഫ്റ്റിയിലും വാച്ച് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഇവ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി വിലയിരുത്തുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.